ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്ന് മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് മാറുന്നുണ്ട്. 25,579 എന്നുള്ളൊരു നിലവാരത്തിലാണ് നിഫ്റ്റി 50 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 61 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ട്രേഡിംഗ് തന്നെയാണ് ആദ്യ മിനിറ്റുകളിൽ നമുക്ക് പ്രകടമാകുന്നത്. ഏതായാലും ഇന്നലത്തെ ഒരു മാർക്കറ്റിന്റെ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടുള്ള ഒരു 4 സെഷനുകളിൽ പോസിറ്റിവിറ്റി നിലനിർത്തിയ ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ഏതായാലും ഈ ഒരു ആഴ്ചയിൽ US ഇന്ത്യ വ്യാപാര കരാർ ആ ഒരു ട്രേഡ് ഡീൽ സംബന്ധിച്ച ഡെവലപ്മെന്റ്സ് ആയിരിക്കും കൂടുതൽ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജൂലൈ 8 അല്ലെങ്കിൽ ജൂലൈ 9 മുൻപ് മൊറട്ടോറിയം അവസാനിക്കുന്നതിന് മുൻപ് ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും എന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുന്നുണ്ട്. സർ, മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീക്കിൽ ഇനി ശ്രദ്ധിക്കേണ്ടത്? ജാസ്മിൻ പറഞ്ഞെടുത്തു തന്നെ ഞാൻ തുടങ്ങുന്നു. ജാസ്മിൻ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് നമ്മൾ ഇനി ഈ മാസം ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ടാരിഫിൻ്റെ ടോക്ക് തന്നെ ആയിരിക്കും ഒരു സൈഡിൽ. രണ്ടാമത് നമ്മൾ പറയുന്ന പോലെ ഓരോ കമ്പനീസിൻ്റെ റിസൾട്ട്സ് ഇനി വന്നു തുടങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ. അതുമാത്രമല്ല പല കമ്പനിയും ഈ റിസൾട്ട്സ് പ്രിവ്യൂ എന്നോണം കുറച്ച് അവരുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയായിരുന്നു അവരുടെ സെയിൽസ് ലാസ്റ്റ് മന്ത് എന്നൊക്കെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു നോർമൽ മാർക്കറ്റാണ്. അതായത് നമുക്കിനി ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ടാരിഫ് എന്നുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം എന്താ പറയുക ഒരു ഈവൻ സ്റ്റീവൻസ് മാർക്കറ്റായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് നോക്കാം. ഇപ്പം നമുക്കിപ്പോൾ US മാർക്കറ്റിൽ നിന്നുള്ള ഹാൻഡ് ഓവർ നോക്കുകയാണെങ്കിൽ S&P ഇന്നലെ 0.52% അപ്പാണ്. അത് ഇറ്റ്സ് കണ്ടിന്യൂയിങ് ഇറ്റ്സ് വിന്നിംഗ് സ്ട്രീക്ക്. അതായത് 52 വീക്ക് ഹൈ ടച്ച് ചെയ്ത് തന്നെ അത് പോണു എന്നുള്ള S&P 500. അതുകൂടാതെ ഡൗ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 0.63% അപ്പാണ്. നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ 0.4% അപ്പാണ്. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ 3 മെയിൻ ലൈൻ ഇൻഡസ്ട്രീസും US പോസിറ്റീവ് ആയിരുന്നു. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ചെറുതായിട്ട് നിഫ്റ്റി വീക്ക് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ജാസ്മിൻ പറയുകയും ചെയ്തു ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ചാൻസ് ആണ് ഇന്നലെ കണ്ടതെന്നല്ല. ഇപ്പോൾ US നമ്മൾ നോക്കുകയാണെങ്കിൽ 10-year ബോണ്ട് ഈൽഡ് ഉണ്ടല്ലോ, US-ന്റെ 10-year ബോണ്ട് ഈൽഡും സ്ലൈറ്റ്ലി ഡൗൺ ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ബോണ്ട് ഈൽഡ് ഒരു രീതിയിലും അനങ്ങാതെ ഒരു താഴേക്കുള്ള ഡൗൺവേർഡ് ജേർണി കണ്ടിന്യൂ ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സ്പെൻഡിങ് ബില്ല്, അതിനെക്കുറിച്ച് ഒന്നും തന്നെ ആയിട്ടില്ല. അത് എന്താണ് എങ്ങനെയാണ് നടപ്പാക്കുന്നതിനെ കുറിച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബോണ്ട് ഈൽഡിന് വലുതായിട്ടൊരു മൂവ്മെൻറ്റ് അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ഗോൾഡ്മാൻ സാക്സ് പറയണമെന്ന് വെച്ചാൽ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും US ഫെഡ് റേറ്റ് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നേരത്തെ അവർ ഡിസംബർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതിപ്പോൾ അഡ്വാൻസ് ചെയ്തിട്ട് അവർ സെപ്റ്റംബർ ആക്കി എന്നുള്ള. അപ്പോൾ ഈ 2 കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ US 10-year ബോണ്ട് ഈൽഡ് ഒരു ചെറിയ നെഗറ്റീവ് ബയസോട് കൂടി ട്രേഡ് ചെയ്യണേ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് US-ൽ നിന്നുള്ള ഒരു ഹാൻഡ് ഓവർ നമുക്ക് കിട്ടുന്നത്. പിന്നെ US മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മെറ്റ ഷെയർസ് ഓൾ ടൈം ഹൈ ആയി. മെറ്റ ഷെയർസ് ഓൾ ടൈം ഹൈ ആവാനുള്ള റീസൺ ഉണ്ട്. അതായത് മാർക്ക് സക്കർബർഗ് ഹാസ് ഫൈനലി അൺവെയിൽഡ് their AI യൂണിറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യൂണിറ്റ് അവർ അൺവെയിൽ ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് എടുത്തേക്കണേ. അതിൻ്റെ പേര് മെറ്റ സൂപ്പർ ഇൻ്റലിജൻസ് ലാബ് എന്നാണ്. മെറ്റ സൂപ്പർ ഇൻ്റലിജൻസ് ലാബിനെ കുറിച്ച് ഇന്നലെ പറയുകയുണ്ടായിരുന്നില്ല. അതിലൊരു രസം എന്തറിയോ, നമ്മൾ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് വന്നിരുന്നു, ഈ മെറ്റയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിലേക്ക് അവർ മറ്റുള്ള കോമ്പറ്റീറ്റർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയിൽ നിന്ന് ആൾക്കാരെ പോച്ച് ചെയ്യുന്നു. അതായത് ആൾക്കാരെ എടുക്കുന്നു, വർക്ക് ഫോഴ്സിനെ എടുക്കുന്നു. ഈവൻ സൈനിങ് ബോണസ് $100 million വരെ ഓഫർ ചെയ്തു എന്നാണ്. $100 million എന്ന് പറയുന്നത് നമുക്ക് അൺഇമാജിൻ ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് ആണ്. കുറച്ച് പേര് കോമ്പറ്റീറ്റർ കമ്പനിയിൽ നിന്ന് മെറ്റയിലേക്ക് ജോയിൻ ചെയ്തവർ എന്നാൽ പറയുന്നത് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ സൈൻ ചെയ്ത് ഞങ്ങൾ മെറ്റയിൽ ജോയിൻ ചെയ്തു, അവർ ഈ പറഞ്ഞ പോലെ $100 million ഒന്നും സൈനിങ് ബോണസ് ആയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. മെറ്റയും ഡിനൈ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ബട്ട് ഇമാജിൻ ദ കൈൻഡ് ഓഫ് വാർസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോമ്പറ്റീറ്റേഴ്സ്. അത്രമാത്രം ഈ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് പുരോഗമിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതായത് ടോപ്പ് പെയ്ഡ് ജോബായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറി എന്നുള്ളൊരു പ്രത്യേകത കൂടെ അവിടെ ഉണ്ടെന്നുള്ള. പിന്നെ നിഫ്റ്റി, നമ്മളിപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി 50 ഇന്നലെ നോക്കുകയാണെങ്കിൽ മെയിൻ ഇൻഡിസസ് ആയ നിഫ്റ്റി ഒരു സ്ലൈറ്റ്ലി ഡൗൺ ആണ്. എന്നാൽ നമ്മുടെ ബ്രോഡർ ഇൻഡിസസ്, അതായത് ബിയോണ്ട് നിഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 അല്ലെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 100, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഒക്കെ ഹയർ ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഈ ഇൻഡെക്സ് ലെവലിൽ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിരുന്നെങ്കിൽ തന്നെ പോർട്ട്ഫോളിയോസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ പിക്ക് ചെയ്തവർക്ക് വലിയ ബുദ്ധിമുട്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്കൊരു ഫേസ് വാല്യൂന് നോക്കുമ്പോൾ മനസ്സിലാവുന്നു. ഇപ്പം മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ടെക്നിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ടെക്നിക്കൽ ലെവലെന്ന് ഞാൻ പറയില്ല, നമ്മുടെ ഫ്രൈഡേ ഉണ്ടല്ലോ 27-ാം തീയതി ഫ്രൈഡേ ഹൈ ആയ 25,654
ഇന്നലത്തെ മൺഡേ 30th ഹൈ ആയ 25,669 കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോഴാണ് ഒരു ക്ലിയർ ട്രെൻഡ് എമർജ് ചെയ്യേണ്ടത്. അതായത് ലാസ്റ്റ് 2 ട്രേഡിംഗ് ഡേയുടെ ഹൈ, ഇൻട്രാഡേ ഹൈ കട്ട് ചെയ്ത് നമ്മൾ ഇന്ന് മുകളിലോട്ട് പോകണം. അതാണ് ഒരു ബ്രോഡർ മാർക്കറ്റ് സെൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു മൈക്രോ ലെവലിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ് സോൺ നോക്കുകയാണെങ്കിൽ 25,615, 25,750 ആണ് റെസിസ്റ്റൻസ് സോൺ. അതും കൂടി ബ്രേക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ന്യൂ ഹൈയിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ബട്ട് ഈവൻ ദെൻ നമ്മൾ താഴോട്ട് എവിടെയാണ് ഒരു സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 25,250 ആണ്. ആ 25,250 എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ സംസാരിക്കുന്ന ട്രേഡിംഗ് റേഞ്ചിന്റെ അപ്പർ എൻഡാണ് ഈ 25,250. അത് ബ്രേക്ക് ചെയ്താലേ അടുത്ത റേഞ്ചിലേക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവൽ, മേജർ സപ്പോർട്ട് ലെവലായിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞ ഒരു ഹാൻഡ് ഓവർ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റ് ടേംസിൽ പറയും പെർഫെക്റ്റ് റെസിപ്പി. അതായത് ഉത്തമ രീതിയിലാണ് മാർക്കറ്റ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഒന്ന് എന്താണ്, ക്രൂഡ് ഡൗൺ ആണ്, US ബോണ്ട് ഈൽഡ് ഡൗൺ ആണ്, ഡോളർ ഇൻഡെക്സ് ഡൗൺ ആണ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ചെരുവുകളും കൂടെ വരുമ്പോൾ ഐഡിയൽ കണ്ടീഷൻ ഇന്ത്യൻ മാർക്കറ്റിന് അത് ബെനിഫിഷ്യൽ ആയിട്ട് വരാനുള്ള ചാൻസസ് ആണ് വളരെ ഹയർ ആണെന്നുള്ള ഒരൊറ്റ കാര്യമേ നമ്മുടെ മുന്നിൽ 2 ഹെഡ്വിൻഡ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ടാരിഫിന്റെ ഇഷ്യൂ, അതായത് ജൂലൈ 8th 9th ആണ് നമ്മൾ ഈ പറയുന്ന പോലെ മൊറട്ടോറിയം പീരീഡ് എൻഡ് ചെയ്യുന്നത്. അതൊരു ടെയിൽ വിൻഡ് ആയിട്ട് മുന്നോട്ട് നിൽക്കുന്നു. അത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ മാർക്കറ്റിന് വലിയൊരു ബമ്പപ്പിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്നത്. ബട്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞു വെക്കാതെ വയ്യ, ഇന്ത്യൻ മാർക്കറ്റ് അത്രയ്ക്ക് അണ്ടർ വാല്യൂഡ് അല്ല. ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ഫെയർലി വാല്യൂ ടു ഓപ്റ്റിമം വാല്യൂ ടു ഓവർ വാല്യൂഷൻ ലെവൽ. ആ ബാൻഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്യണേ എന്നുള്ളതാണ്. നമ്മൾ നിഫ്റ്റി ലെവൽ നോക്കുകയാണെങ്കിലും, നിഫ്റ്റിയിലുള്ള സ്റ്റോക്സ് നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോപ്പുലർ നെയിംസ് നോക്കുകയാണെങ്കിലും അതൊട്ടും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലല്ല ട്രേഡ് ചെയ്യണേ എന്നുള്ള. പിന്നെ ട്രംപിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ വീണ്ടും ട്രംപ് സീനിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ട്രംപ് ജെറോം പവലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആഞ്ഞടിച്ചിരിക്കുന്നത്. അതായത് ഒരു ഹാൻഡ് റിട്ടൺ നോട്ട് ഫെഡ് ചെയറിന് അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയണമെന്ന് വെച്ചാൽ ടു ലേറ്റ് ഫോർ എ റേറ്റ് കട്ട്. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു ടു ലേറ്റ് ഫോർ എ റേറ്റ് കട്ട്. അത് വൈറ്റ് ഹൗസ് അത് കൺഫേം ചെയ്തു കേട്ടോ, ഇങ്ങനെ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട് അയച്ചു എന്നുള്ളത്. ഫെഡ് നീഡ് ടു കട്ട് ദ റേറ്റ്സ് ബൈ എ ലോട്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതി വെച്ചേക്കണേ. അപ്പോൾ അദ്ദേഹം ജെറോം പവലിന് അഗെയിൻസ്റ്റ് ആഞ്ഞടിക്കുകയാണ്. അതായത് ഒരാഴ്ച മാറി എന്നാൽ വീണ്ടും അടുത്ത ആഴ്ച എന്താ പറയുക, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കംബാക്ക് ആണ് ട്രംപിനെ കുറിച്ച് കാണുന്നതെന്നുള്ള. ഈ ജെറോം പവൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാത്രി ഒരു ECB ഫോറം പോർച്ചുഗലിൽ സംസാരിക്കുന്നുണ്ട്. അത് ഒരു പൊതുവെ ഗ്ലോബൽ എക്കണോമി അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് കമന്റേറ്റേഴ്സ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. കാര്യം മിക്കവാറും അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹത്തിൻ്റെ ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസിയെക്കുറിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഗൈഡൻസ് തരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഗ്ലോബൽ കമന്റേറ്റേഴ്സും മാർക്കറ്റ് വാച്ചേഴ്സിനും ഉള്ളത്. അപ്പോൾ ട്രംപിൻ്റെ കമൻറ്റ് ഒരു സൈഡിൽ, അതായത് സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമൻറ്റ്സ് ഒരു സൈഡിൽ, അത് മാറ്റി വെച്ചുകൊണ്ട് തന്നെ ജെറോം പവലിൻ്റെ ഇന്നൊരു ECBയിലെ സ്പീച്ച് പോർച്ചുഗലിൽ ഉണ്ടെന്നാലും. അപ്പോൾ അതൊന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു രസകരമായിട്ടുള്ള കാര്യം, ട്രംപ് ജപ്പാൻ അഗെയിൻസ്റ്റ് ഒരു പുതിയ ടാരിഫ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ട്രംപ് സംസാരിക്കുന്നു എന്നുള്ള കാര്യം. ട്രംപ് പറയുന്നത് അറിയോ, ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഞങ്ങളുടെ നല്ലൊരു ട്രേഡിംഗ് പാർട്ണറാണ്. അവർക്ക് അരി അവർക്ക് ഭയങ്കരമായിട്ട് സ്കേഴ്സിറ്റി ഉണ്ട്, അവർക്ക് അതിൻ്റെ കുറവുണ്ട്. എന്നാൽ അവർ ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ദേ ഡോണ്ട് വോണ്ട് അവർ റൈസ്. ഞങ്ങളുടെ റൈസ് അവർ ഇമ്പോർട്ട് ചെയ്യാൻ തയ്യാറല്ല. ദിസ് ഈസ് നോട്ട് ഫെയർ എന്നുള്ള. ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ആകുമ്പോൾ നിങ്ങൾക്ക് സ്കേഴ്സിറ്റി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തെ രാജ്യങ്ങളിൽ, നിങ്ങൾ ഏത് രാജ്യത്തിൽ നിന്ന് വേണമെങ്കിലും മേടിക്കാം, ഞങ്ങളുടെ രാജ്യത്തിൽ നിന്നും കൂടെ നിങ്ങൾക്ക് പരിഗണിച്ചുകൂടെ എന്നുള്ളതാണ് ട്രംപ് ഈ പറയുന്നത്. അപ്പോൾ ഈ ട്രംപ് പറയുന്നത് ജപ്പാൻ എഗെയിൻസ്റ്റ് ആണെങ്കിലും ഞാൻ അതിനെ കാണുന്നത് വേറൊരു ആംഗിളിൽ കൂടിയാണ്. കാര്യം റൈസ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ്. ഈ ശരിക്കും പറഞ്ഞാൽ ജപ്പാന് റൈസ് ട്രേഡിൽ സ്കേഴ്സിറ്റി ഉണ്ടായിട്ടും മേടിക്കുന്നില്ല എന്നാണല്ലോ കംപ്ലൈൻറ്റ്. നമ്മളും US-ഉം തമ്മിലുള്ള ട്രേഡ് ടാരിഫ് അല്ലെങ്കിൽ ആ ടാരിഫ് വാർ ടോക്കിലെ ഏറ്റവും കണ്ടൻസ്യൂസ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ആഗ്രി പ്രോഡക്ട്സും ഫെർട്ടിലൈസേഴ്സും ഡയറി പ്രോഡക്ട്സും ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സും ആണെന്നുള്ള നമുക്ക് കിട്ടുന്ന ഒരു ഇൻഡിക്കേഷൻ അനുസരിച്ച് ഇന്ത്യയും US-ഉം തമ്മിൽ എത്രയും പെട്ടെന്ന് ഒരു ഡീൽ സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നതിനുള്ള ന്യൂസുകൾ ഒരു സൈഡിൽ വരുമ്പോൾ തന്നെ മറ്റുള്ള സൈഡിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വേറൊരു ആംഗിളിൽ നമുക്ക് കിട്ടുന്ന ന്യൂസ് എന്താ വെച്ചാൽ ഒരു സ്റ്റെയിൽമേറ്റിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. കാര്യം കണ്ടൻസ് ശാസ്ത്രമുള്ള ഇഷ്യൂ ആയിട്ടുള്ള അഗ്രികൾച്ചറിലേക്ക് കടന്നുവെന്നും അത് ഒരു കാര്യത്തിലും US കോംപ്രമൈസും ചെയ്യുന്നില്ല, ഇന്ത്യയും അക്കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാര്യം ഒരു കാര്യം വളരെ
ക്ലിയർ ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നാഷണൽ ഇൻട്രസ്റ്റ് ആണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ ഡീപ്പ് ഇമ്പാക്റ്റ് ഉള്ള പൊളിറ്റിക്കൽ ഹോട്ട് പോയിന്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് അതിലൊരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേബർ യൂണിയൻസും പൊളിറ്റിക്കൽ പാർട്ടീസും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. എക്കണോമിക്സ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഈ US ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ് ആയിട്ട് കിടപിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാര്യം നമ്മൾ ഈ മിനിമം സപ്പോർട്ട് പ്രൈസും നമ്മളൊരു താങ്ങ് വിലയൊക്കെ കൊടുത്താണ് നമ്മളിവിടെ ഫാർമിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയെ താങ്ങി എടുത്തത്. അവിടെയാണെങ്കിലോ ഒരുപാട് സബ്സിഡി കൊടുത്തിട്ട് വളരെ ചീപ്പായിട്ടാണ് അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ US പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ചെറിയൊരു ഇഷ്യൂ വന്നേക്കാം. മിക്കവാറും നല്ല ഒരു ഗവൺമെന്റിനും അതിൽ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എന്നാൽ ട്രംപും US അഡ്മിനിസ്ട്രേഷനും അതേപോലെ വാശി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ we do not know how the trade talks will evolve എന്നുള്ള. നമ്മൾ മാർക്കറ്റിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എല്ലാ ചേരുവകളും, അതായത് ദ പെർഫെക്റ്റ് റെസിപ്പി ഫോർ ദ മാർക്കറ്റ്സ് ടു ഗോ അപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു അപ്പർ എൻഡിൽ ഒരു എന്താ പറയുക ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ആണ് നമുക്ക് എൻവയറൺമെന്റ് തരുന്നതെങ്കിൽ പോലും ഡീപ്പ് ഇൻസൈഡ്, നമ്മൾ ഇന്നലത്തെ ഓപ്പണിംഗ് അവേഴ്സിലും പറഞ്ഞു, ഇന്നലെ രാത്രി നമ്മുടെ വെബിനാറിലും പറഞ്ഞു, ഡീപ്പ് ഇൻസൈഡ് എൻ്റെ കോൺഷ്യസ്ലി ഒരു വർത്തമാനം പറയുന്നത് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, മാർക്കറ്റിലെ എല്ലാ കമന്റേറ്റേഴ്സും ബുള്ളിഷാണ്. എല്ലാവരും ബുള്ളിഷായിട്ട് ഒരു ഓവർ കോൺഫിഡൻസ് കംപ്ലൈസൻസി ലെവലിലേക്ക് പോകുന്നു. ചെറിയ ചെറിയ കണക്ഷൻസ്, അതായത് 25,500 25,400 വന്ന് നിന്ന് തിരിച്ച് ബൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് ഹെൽത്തിയാണ്. ബട്ട് ഈവൻ ദെൻ ഇത്രയും ഓവർ കോൺഫിഡൻസും ഓവർ കോംപ്ലൈസൻസിയും കൂടെ വരുമ്പോൾ മാർക്കറ്റിൽ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ടാരിഫിലേക്ക് വരുമ്പോൾ ടാരിഫിൽ 2 ന്യൂസ് വന്നാലും, ഞാൻ അതാ പറയുന്നത്, അതായത് 2 ന്യൂസ്. ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എല്ലാ കാര്യങ്ങളും US പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്തു. അതായത് US-നാണല്ലോ കംപ്ലൈൻറ്റ്, നമുക്ക് ഈ ട്രേഡിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ US-ന്റെ ടേംസിനനുസരിച്ച് നമ്മൾ വരണം. അതായത് ഈ ടാരിഫ് ടോക്ക് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അതിൻ്റെ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറീസ് അമേരിക്കൻ കമ്പനീസ്, അമേരിക്കൻ ഫാമേഴ്സ്, അമേരിക്കൻ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡയറി പ്രോഡക്ട്സ് എന്നുള്ള. അല്ലാണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ സഫറിങ് രാഷ്ട്രമാണ്, മനസ്സിലായില്ല, നമ്മൾ സഫറിങ് ആണ്. അപ്പോൾ നമ്മൾ നേഷൻ എന്നുള്ള രീതിയിൽ സഫർ ചെയ്യും, ഫാർമേഴ്സ് സഫർ ചെയ്യും, ഇന്ത്യൻ ബിസിനസ്സുകൾ സഫർ ചെയ്യുന്നുള്ള. അപ്പോൾ ഇൻ കേസ് ട്രേഡ് ഡീല് നടക്കുകയാണ്, ടോക്സിന് ഒരു എന്താ പറയുക ഒരു ലോജിക്കൽ കൺക്ലൂഷൻ വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അത് നെഗറ്റീവ് അല്ലേ എന്നുള്ളതാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സംശയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു വശം നോക്കാം. ഇൻ കേസ് ഈ ട്രേഡ് ടോക്ക് നടന്നില്ല എന്ന് വരിക, അത് റാഷണൽ ആയിട്ടുള്ള ഡിസിഷനാണ്. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ബിൽറ്റ് ഇൻ ചെയ്തിരിക്കുന്ന ഈ എക്സ്പെക്ടേഷൻസ് കംപ്ലീറ്റ് നെഗറ്റീവ് ആവും. കാര്യം എല്ലാവരും പോസിറ്റീവ് ആവുന്നുള്ള രീതിയിലാണ് 90-95% ആൾക്കാരും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ പ്രൈസിൽ കാണുന്നത്. വി ആർ ജസ്റ്റ് എ ഫ്യൂ പെർസെൻറ്റേജസ് അവേ ഫ്രം ഓൾ ടൈം ഹൈ എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നു. നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഓൾറെഡി ഓൾ ടൈം ഹൈ എത്തുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് ഫാക്ടറിങ് ചെയ്തിരിക്കുന്നത് എന്താ, നമ്മൾ സൈൻ ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ മുന്നിൽ എനിക്ക് വിഷമകരമായിട്ട് വരുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മാർക്കറ്റിൽ ഓവർ കോൺഫിഡൻസും എല്ലാവരും ബുള്ളിഷും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ട്രേഡ് ഡീൽ സൈൻ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ വെൻ യു സ്ക്രാച്ച് ദ സർഫേസ് ചില സെക്ടറുകൾക്ക്, ചില ബിസിനസ്സുകൾക്ക് ഇറ്റ് ഈസ് നെഗറ്റീവ്. ആൻഡ് ഇന്ത്യ ആസ് എ കൺട്രി ഓൾസോ ഇറ്റ് ഈസ് എ സ്മോൾ നെഗറ്റീവ്. ആൻഡ് വാട്ട് ഇഫ് the trade deal doesn't happen, the sentiments gets eroded. അതായത് പോസിറ്റീവ് സെന്റിമെന്റ്സ് മാറി നെഗറ്റീവ് സെന്റിമെന്റ്സും ആക്കാം. അപ്പോൾ വളരെ ട്രിക്കി ആയിട്ടുള്ള പ്രിക്വേരിയസ് സിറ്റുവേഷനിലാണെന്നാണ് ഞാൻ മാർക്കറ്റിൽ പറയുന്നത്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ബുള്ളിഷ് കമന്ററി മാർക്കറ്റിൽ കാണുമ്പോഴും നമുക്കൊരു പേടിയെന്ന് വെച്ചാൽ ഇത് പറഞ്ഞ് നാട്ടുകാരെ തലയിൽ കൊണ്ടുവന്ന് ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് സ്റ്റോക്സേ ഈ ഓപ്പറേറ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവർ സെൽ ഓഫ് ചെയ്ത് മാറുമോ എന്നുള്ളൊരു പേടിയും കൂടെ എനിക്കുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഐ റീഇറ്ററേറ്റ് മൈ സ്റ്റാൻഡ് വാട്ട് ഐ ഡിഡ് യെസ്റ്റർഡേ ആസ് വെൽ. ഇന്നലെ നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിലും ഇന്നലെ രാത്രിത്തെ നമ്മുടെ വെബിനാറിലും പറഞ്ഞു വെച്ചാൽ കോഷ്യസ് ഓപ്റ്റിമിസം ഞാൻ വീണ്ടും മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണു എന്ന് പറഞ്ഞ് നിങ്ങൾ നെഗറ്റീവ് ആവണ്ട, നിങ്ങൾ പെസിമിസ്റ്റിക് ആവണ്ട, നിങ്ങൾ ബാരിഷ് ആവണ്ട, നിങ്ങൾ സെല് ചെയ്യേണ്ട, നിങ്ങൾ വാച്ച് ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകട്ടെ. ഈ കോഷ്യസ് ഓപ്റ്റിമിസം എന്നുള്ളത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് മാർക്കറ്റ് ബാരിഷ് ആയിട്ടല്ല, നമ്മൾ പറയുന്നത് നിങ്ങൾ ഓവർ കോൺഫിഡൻസ് വരാതിരിക്കുക, ലിവറേജ്ഡ് ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കാതിരിക്കുക, ലോൺ എടുത്ത് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, അടുത്ത കാലത്ത് ആവശ്യമുള്ള പൈസ പൊടുന്നനെ കയറി മാർക്കറ്റ് ഹൈ അടിക്കുന്നു ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് വളരെ കണ്ടന്റഡായി സാറ്റിസ്ഫൈഡ് ആയിട്ട് റാഷണാലിറ്റിയോടെ കോമൺ സെൻസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിന്നാൽ ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റ് നേരെ തിരിഞ്ഞു പോയാൽ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ.
യെസ്, ഏതായാലും ഇന്ന് ധാരാളം സ്റ്റോക്കുകളും അതിന്റെ ടെക്നിക്കൽ വ്യൂവും ഒക്കെ തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇന്ന് അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ സ്റ്റോക്കിലേക്ക് നോക്കുന്ന സമയത്ത് തുടക്കഘട്ടത്തിൽ തന്നെ 4% കൂടുതൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോളോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഫാർമ ഡിജിറ്റൽ ഹെൽത്ത് ബിസിനസ് ഇനി ഒരു പുതിയ കമ്പനിയായി ആരംഭിക്കും. ഒരു ഡീമർജറിംഗ് പ്ലാനാണ് അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ന്യൂകോ എന്ന പേരിലായിരിക്കും ഈ ഒരു കമ്പനി പ്രവർത്തനം ആരംഭിക്കുക. ഏതാണ്ട് 18 മുതൽ 21 മാസത്തിനുള്ളിൽ അതിന്റെ ലിസ്റ്റിംഗും നടന്നേക്കും എന്നുള്ളൊരു വാർത്തകളാണ് വരുന്നത്. മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ഈ ഒരു ന്യൂസിനെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിലും ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഇന്ന് തുടക്കം മുതൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സർ, മറ്റ് പ്രധാനപ്പെട്ട ഏതൊക്കെ സ്റ്റോക്സ് ആണ് ഇന്ന് ഫോക്കസിലേക്ക് വരുന്നത്? ജാസ്മിൻ, ഈ അപ്പോളോ ഹോസ്പിറ്റലിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിൽ ജാസ്മിൻ പറഞ്ഞ ന്യൂസ് തന്നെയാണ് അതിനകത്ത് സംഭവിക്കുന്നത്. അതായത് അവരുടെ ഹോസ്പിറ്റൽ ഡിവിഷൻ കൂടാതെ കുറച്ച് ആൻസിലറി ബിസിനസ്സസ് അപ്പോളോ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഫാർമസി, ഡിജിറ്റൽ ഹെൽത്ത്, ഫാർമസി ഡിസ്ട്രിബ്യൂഷൻ, ടെലിമെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ആ ഡിവിഷൻസിനെ അവർ ഹൈവ് ഓഫ് ചെയ്ത് ഒരു വേറൊരു കമ്പനിയിൽ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏതാണ്ട് ന്യൂകോ എന്ന് പറയുന്ന കമ്പനിയിലാണെന്ന് അല്ലേ? ആ സ്കീം ഓഫ് അറേഞ്ച്മെന്റിൽ വരാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പോളോ ഹോസ്പിറ്റലിൽ 100 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഈ പുതിയ കമ്പനിയുടെ 195 ഷെയർസ് കിട്ടും. അതാണ് അതിന്റെ സ്കീം ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് 18 തൊട്ട് 20 മാസത്തിനുള്ളിൽ ഈ പുതിയ എൻറ്റിറ്റി ലിസ്റ്റ് ചെയ്യുന്നു കൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നു എന്നുള്ള അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ ജാസ്മിൻ? നമ്മളൊരു കമ്പനിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നോളജാണ്. അതായത് ഈ അപ്പോളോ ഹോസ്പിറ്റലിലെ കാര്യം, അതായത് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യം. അതായത് മാനേജ്മെന്റ് ഇത് ചെയ്യുന്നത് വളരെ നല്ല കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ ഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സും, അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ, നമ്മളെ പോലത്തെ സ്മോൾ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ആ കമ്പനിയുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് ആയ ഹോസ്പിറ്റൽ ബിസിനസ് കണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. എന്നാൽ മാനേജ്മെന്റ് പല സമയത്തായിട്ട് അവരുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റിന് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും പറ്റിയ കാര്യം ദേ ആർ ദ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഒരു റെസൊല്യൂഷൻ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു AGM-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും പാസ്സാക്കി ആ ബിസിനസ് വെർട്ടിക്കലിനെ കൊണ്ടുവരാൻ പറ്റും. കാര്യം അവരാണ് ഏറ്റവും കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്. അവരുടെ ഡിസിഷൻ അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. അതിൽ ഉയർന്നു വന്നാണ് ഈ ഡിജിറ്റൽ സർവീസസ്, ഫാർമസി സർവീസ്, ടെലിമെഡിസിൻ. ഇതിന്റെയൊക്കെ കോൺട്രിബ്യൂഷൻ ടു ദ ബോട്ടം ലൈൻ അല്ലെങ്കിൽ ടോപ്പ് ലൈൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കാം ഹോസ്പിറ്റൽ ബിസിനസ് എന്ന് പറയുന്നത്. എന്നാൽ ഹോസ്പിറ്റൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉപയോഗിച്ച് നമ്മൾ വേറെ പല വെർട്ടിക്കലും ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ അത് വേണ്ടത്ര റവന്യൂ കോൺട്രിബ്യൂഷനോ പ്രോഫിറ്റ് കോൺട്രിബ്യൂഷനോ കമ്പനിക്ക് ടോട്ടലായിട്ട് തരുന്നില്ല. അപ്പോൾ ഈ നല്ല പൈസ നമ്മൾ നല്ല ബിസിനസ്സിൽ നിന്ന് എടുത്ത് നമ്മളൊരു പുതിയ ബിസിനസ്സിലേക്ക് ഇടുന്നു. എന്നാൽ പുതിയ ബിസിനസ് അതേപോലെ ഡെലിവറിയും ചെയ്യുന്നില്ല. അതേസമയം ഈ നല്ല ബിസിനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ഫ്രീ ക്യാഷ് ഫ്ലോ തിരിച്ച് അതേ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയനേ എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഒരു ഷെയർ ഹോൾഡർ നമ്മുടെ ഒരു കോർ ലൈൻ, മെയിൻ ലൈൻ ഓഫ് ബിസിനസ് കണ്ടിട്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആൻസിലറി ബിസിനസ് തുടങ്ങുന്നത് എന്തിനാണ്? വൈ വി ആർ യൂസിങ് ഗുഡ് മണി എഗെയിൻസ്റ്റ് എ ബാഡ് ബിസിനസ് പ്രൊപ്പോസിഷൻ. ഒരു ബാഡ് ബിസിനസ് പ്രൊപ്പോസിഷന് വേണ്ടി ഗുഡ് മണി യൂസ് ചെയ്യണേ എന്താണെന്നുള്ളത്. ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ ഈ ഡീമർജർ ചെയ്യുന്നതോടുള്ള ഒരു ഗുണം വെച്ചാൽ ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സിന് ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ബിസിനസ് ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പ്ലേ ചെയ്യണോ അവർക്കത് പ്ലേ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളതൊരു അഡ്വാൻറ്റേജ്. രണ്ടാമത് കമ്പനിയുടെ വാല്യൂ അൺലോക്കും ചെയ്യും. അതായത് ചിലപ്പോൾ ലോസ് മേക്കിംഗ് ആണ് ഈ പുതിയ ഡിവിഷൻസ്, ന്യൂകോയിലേക്ക് വരുന്ന ഡിവിഷൻസ് എങ്കിൽ അത് മാറ്റുന്നതോടുകൂടി ഇതിൻ്റെ P&L കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടാവും. അതായത് കമ്പനിയുടെ വാല്യൂ കുറച്ചുകൂടി പുറത്തോട്ട് വരും. അതായത് റിയൽ ബിസിനസ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, മുഖത്തുനിന്ന് മേക്കപ്പ് മാറ്റുമ്പോൾ ആ റിയൽ ഫിഗർ വരും എന്ന് പറയില്ലേ, അതേപോലത്തെ ഉള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ലൈറ്റർ വെയിനിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. നോ ഹാർഡ് ഫീലിംഗ്സ് ദേ. അപ്പോൾ അതാണ് ഈ അപ്പോളോ ഹോസ്പിറ്റൽ എടുത്തിരിക്കേണ്ട ഡിസിഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഫെയർലി ഗുഡ് ഫോർ അപ്പോളോ ഹോസ്പിറ്റൽ ഷെയർ ഹോൾഡേഴ്സ് ഹു ഈസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ കോർ ബിസിനസ്. രണ്ടാമത്തെ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോണ BLW എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ സോണ BLW ഒരു പ്രസ് കോൺഫറൻസിലും ഗവൺമെന്റിനെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം, റെയർ എർത്ത് മാഗ്നറ്റ്സ് നമുക്കിപ്പോൾ വലിയ ഇഷ്യൂ ആണല്ലോ. ഇലക്ട്രിക് വെഹിക്കിൾസ്, മോട്ടോഴ്സ് യൂസ് ചെയ്യണേലും അത് മാത്രമല്ല ICV വെഹിക്കിൾസിന്റെ കുറേ പാർട്സിലും ഇൻക്ലൂഡിങ് സ്പീഡോമീറ്റർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്പീക്കറിൽ, ട്വിറ്ററിൽ വരെ യൂസ് ചെയ്യുന്നു, ഡ്രൈവ് കമ്പോണൻസിലൊക്കെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഇന്നലെ ഓപ്പണിംഗ് ഹൗസിൽ പറഞ്ഞു. അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഇന്റഗ്രൽ പാർട്ടാണ് ശരിക്കും പറഞ്ഞ റെയർ എർത്ത് മാഗ്നറ്റ്സ്. റെയർ എർത്ത് മാഗ്നറ്റ്സ് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് തരുന്നതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ചൈന വെച്ചു. ഏപ്രിൽ മുതലാണ് വെച്ചത്. അതുകൊണ്ട് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ
ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഓൾ ടുഗദർ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈസിസിൽ നിൽക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു. ഏതാണ്ട് 12 to 18 വീക്സിനുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോണ BLW പറയണമെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇൻസെന്റീവ്സ് ഓഫർ ചെയ്യാമെങ്കിൽ ഞങ്ങൾ റെയർ എർത്ത് മാഗ്നറ്റ്സ് മാനുഫാക്ചറിംഗിലേക്ക് ഇറങ്ങാൻ തയ്യാറാണ്. പക്ഷേ എന്താണ് ഇൻസെന്റീവ്സ്, ക്വാണ്ടം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്താണ്, എന്തൊക്കെയാണ് ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഈ സോണ BLWന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്നു. കാര്യം അതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം അറിയോ, നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു 5 നേഷൻ വിസിറ്റ് നടക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം നമീബിയ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കൺട്രിയിലേക്ക് വിസിറ്റ് ചെയ്യും. ഈ നമീബിയ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കൺട്രിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മാരിടൈം, അതായത് ഈ കടലിന്റെ അടിയിൽ, അതായത് നമീബിയയുടെ കോസ്റ്റുകളിൽ അറ്റ്ലാന്റിക് ഓഷ്യന്റെ കടലിന്റെ അടിയിൽ നല്ല ഡയമണ്ട് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൂടുതൽ മാരിടൈം ഡയമണ്ട് ഡെപ്പോസിറ്റ് റിസോഴ്സസ് ഉള്ള കൺട്രി വേറെ ഇല്ല എന്നാണ്. ഏതാണ്ട് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള, അതായത് 80 മില്യൺ ക്യാരറ്റ് വില മതിക്കുന്ന സാധനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനീസിൽ ഒരുപാട് ഇന്ത്യൻ കമ്പനീസ് അവിടെ മൈനിങ്, റിഫൈനിങ്, മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഡയമണ്ട്സിന് വേണ്ടിയിട്ട് ഏതാണ്ട് $800 million ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഇന്ത്യ അറിയാലോ, നമ്മുടെ ഗുജറാത്ത് എന്നൊക്കെ പറയുന്നത് ഈ ഡയമണ്ട് റിഫൈനിങ്ങിൻ്റെ, ഡയമണ്ട് പ്രോസസ്സിങ്ങിൻ്റെ ഒക്കെ വലിയൊരു ഇൻഡസ്ട്രി ആണെന്നുള്ളത്, ഗുജറാത്തും ബോംബെ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബിസിനസ് ഈ മൈനിങ്, ഡയമണ്ട് പ്രോസസ്സിംഗ്, ഡയമണ്ട് റിഫൈനിങ്, ഡയമണ്ട് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയമണ്ട്സ് അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഇന്ത്യയിലേക്ക് വരുന്നില്ല. പകരം ലണ്ടൻ വഴിയോ അല്ലെങ്കിൽ ആൻഡ്വർപ്പിലെ ബെൽജിയം വഴി ആണ് നമ്മൾ ഇത് ഇന്ത്യയിലേക്ക് വരുന്നതെന്നുള്ള. ബട്ട് മോഡി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ വിസിറ്റിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡയമണ്ട് ട്രേഡ് ഒന്ന് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള സ്ട്രെയിറ്റ് അവേ ഒരു അജണ്ടയിലാണ് ശരിക്കും നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോകുന്നത്. അതായത് ഓരോ ഫോറിൻ വിസിറ്റിന്റെ പുറകിൽ ഒരു ട്രേഡ് ഉണ്ടെന്നുള്ളതാണല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു കാര്യം. ബട്ട് അതിന്റെ പുറകിൽ 2 കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ഈ നല്ല ഈ യുറേനിയം സപ്ലൈസ് നല്ലതായിട്ടുള്ള രാജ്യമാണ് നമീബിയ. അപ്പോൾ യുറേനിയം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ബേസിക് ആയിട്ടുള്ള, നമുക്ക് ഈ ഡൊമസ്റ്റിക് പർപ്പസിന് കേട്ടോ, നമ്മൾ ഈ വെപ്പണറി ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല, ഡൊമസ്റ്റിക് പവർ ജനറേഷനൊക്കെ വേണ്ടിയിട്ട്, ഡൊമസ്റ്റിക് സിവിലിയൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള, ന്യൂക്ലിയറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കോർ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് യുറേനിയമാണ്. അപ്പോൾ യുറേനിയം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമീബിയായിട്ട് ഒരു ട്രേഡ് ഡീലിന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചിലപ്പോൾ ശ്രമിച്ചേക്കാം എന്ന് സോഴ്സസ് പറഞ്ഞു വയ്ക്കുന്നു. ഈ 2 കാര്യങ്ങളും ഗിവൺ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ. 3-ാമത്തെ കാര്യമാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്, റെയർ എർത്ത് മിനറൽസ്. അതായത് റെയർ എർത്ത് മിനറൽസ് ആയിട്ടുള്ള, ക്രിട്ടിക്കൽ റെയർ എർത്ത് മിനറൽസ് ആയിട്ടുള്ള കൊബാൾട്ടും ലിത്തിയും ഒക്കെ നന്നായിട്ടുള്ള ഒരു രാജ്യമാണ് നമീബിയ. അപ്പോൾ ഇൻ കേസ് നമുക്ക് ആ ഒരു കൺട്രി ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വരികയും ഒരു ട്രേഡ് ടൈസ് വരികയും ചെയ്ത് 2 സൈഡിലെയും ബിസിനസ് കോർപ്പറേറ്റ് ഹൗസസ് എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയും മറ്റുള്ള നമീബിയയിലുള്ള മറ്റുള്ള ബിസിനസ്സുകാരും ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റെയർ എർത്ത് മിനറൽസ്, ക്രിട്ടിക്കൽ മിനറൽസ്, അതുകൂടാതെ റെയർ എർത്ത് മാഗ്നറ്റ്സിനുള്ള ഒരു നല്ലൊരു സ്റ്റെപ്പായിരിക്കും അത്. അതെ, പക്ഷെ ചൈനയുടെ പ്രൈസിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞല്ലോ, അതായത് അവരുടെ ആ റോ മെറ്റീരിയലും അതായത് ഈ റെയർ എർത്ത് ഓക്സൈഡ്സിൽ നിന്നാണല്ലോ മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. ഈ റെയർ എർത്ത് ഓക്സൈഡ്സിൽ നിന്ന് മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ്, അപ്പോൾ 2 റെയർ എർത്ത് ഓക്സൈഡ്സും മാഗ്നറ്റും തമ്മിൽ 5% പ്രൈസ് ഡിഫറൻഷ്യലേ ഉള്ളൂ. അതായത് ഒരു റോ മെറ്റീരിയലിൽ നിന്ന് അവർക്ക് എൻ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വെറും 5% കൂടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ മാത്രം മതി എന്നുള്ള. അതെന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഡസ്ട്രീസിന് സബ്സിഡി കൊടുത്ത് അവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുത്ത് ഈ ലോകത്തുള്ള ആ ക്രിട്ടിക്കൽ ഇൻഡസ്ട്രീസിനെ കൈക്കലാക്കുക എന്നുള്ള ചൈനയുടെ വലിയൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്, ഫോറിൻ റിലേഷൻസിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ചൈനയുടെ അടുത്ത് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ കമ്പനിക്കെങ്കിലും കൊടുക്കാവുന്ന രീതിയിലേക്ക് ആക്കാം എന്നുള്ള. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നമീബിയയുടെ ട്രിപ്പ് വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആണെന്നുള്ള ഒരു കാര്യം. 2-ാമത് ഈ സോണ BLW ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻറ്റൻറ്റ്, അത് ടു മാനുഫാക്ചർ റെയർ എർത്ത് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് നമ്മളൊന്ന് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. സോണ BLW ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. നമ്മളൊരു ഹൈദരാബാദ് ബേസ്ഡ് കമ്പനി, ഒരു സ്റ്റാർട്ടപ്പ് ഇതിനകത്ത് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി പലരും ചിലപ്പോൾ അതിനകത്തേക്ക് വന്നേക്കാം. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻഡസ്ട്രി, മെറ്റൽ കമോഡിറ്റി ഇൻഡസ്ട്രി ഒരുപാട് ഉള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി പ്രൊമോട്ടേഴ്സാണ്. റിലയൻസ്, വേദാന്ത, ജിൻഡാൽസ്, ഹിൻഡാൽകോ, ഇവരൊക്കെ ഇതിനകത്തുള്ളത് ചിലപ്പോൾ നമുക്കൊരു സോഫ്റ്റ് പവറായി മാറിയേക്കാം. ഇവർ പുറത്തോട്ടിറങ്ങി ഇതേപോലെ ട്രേഡ് ഡീൽസ് നമ്മുടെ കൺട്രി സൈൻ ചെയ്ത് കൊടുക്കുകയും മറ്റുള്ള ബിസിനസ്സുകളായിട്ട് നമുക്ക് അവിടെയുള്ള രാജ്യങ്ങളായിട്ടുള്ള ബിസിനസ്സുകളായിട്ട് നമുക്ക് ടൈപ്പ് വരികയും, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വേറെ രാജ്യങ്ങളിൽ മൈൻസ് മേടിച്ച് അല്ലെങ്കിൽ മിനറൽ ഫീൽഡ്സ് മേടിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിവരെ ചൈനയുടെ റിസ്കിൽ നിന്ന് രക്ഷപ്പെട്ടു വയ്ക്കുക എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. ഏതായാലും നമുക്ക് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകേണ്ടതുണ്ട്. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് അനിലയാണ് ജോയിൻ ചെയ്യുന്നത്.
ഗുഡ് മോർണിംഗ് അനില. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നമ്മൾ കണ്ടതാണ് ഒരു നെഗറ്റീവ് നോട്ടിലാണ് ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലേക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് മാറിയിരിക്കുന്നു. ഫ്ലാറ്റ് നോട്ടിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുകയാണ്. ഇൻഡെക്സുകളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ PSU ബാങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വലിയ കുതിപ്പുണ്ടായിരുന്നു, 2.68%. ഇന്ന് അതൊരു പ്രോഫിറ്റ് ടേക്കിംഗിലേക്ക് മാറിയിരിക്കുകയുമാണ്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഈ മിനിറ്റിൽ നൽകാനുള്ളത്? ജാസ്മിൻ, ഇന്നിപ്പോൾ മാർക്കറ്റ് ആരംഭിച്ച് ഏകദേശം 45 മിനിറ്റ്സ് പിന്നിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു കൺസോളിഡേറ്റഡ് മോഡിലേക്കാണ് പ്രധാനമായിട്ടും ഇന്നിപ്പോൾ വിപണി നോക്കിയത്. ഇന്നലത്തെ ഒരു ഡെയിലി ചാർട്ട് പരിശോധിക്കുമ്പോഴേക്കും ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയർ ടേമിൽ ഒരു അല്പം വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടന്റ് ഫേസിലേക്ക് നീങ്ങിയേക്കാമെന്ന് നമ്മൾ ഓൾറെഡി മാർക്കറ്റ് സ്കാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആദ്യത്തെ 45 മിനിറ്റ്സ് പിന്നിടുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു കൺസോളിഡേറ്റഡ് ഫേസിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. 25,500 മുതൽ 25,600 വരെയുള്ള ഒരു റേഞ്ചിലാണ് ഈ 45 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ പ്രധാനമായിട്ട് വിപണി കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. 45 മിനിറ്റിനുള്ളിലെ നിലവിലത്തെ ഒരു ഹൈ പരിശോധിക്കുമ്പോൾ 25,593.4 എന്നൊരു നിലയാണ്. ആ ഒരു ഹൈ ലെവൽസിൽ ടച്ച് ചെയ്താൽ വീണ്ടും ഒരു 600 എന്നൊരു പോയിന്റിലേക്ക് എത്താനായിട്ട് റീട്രേസ് ചെയ്യാനായിട്ട് നിഫ്റ്റി ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും അതിന് സാധിക്കാതെ ഹൈ ലെവൽസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുകയും നിലവിൽ ഏകദേശം ആ ഒരു ലെവലിൽ നിന്ന് 50ഓളം പോയിന്റ്സിന് ഒരു ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോ പരിശോധിക്കുകയാണെങ്കിൽ 25,513.8 എന്ന നിലയിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് ആണ്, ഹൈ വോളത്തിൽ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് ആണ് നമുക്ക് വിപണിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം മാർക്കറ്റ് ആരംഭിച്ച ആദ്യത്തെ ഒരു 10 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും തുടക്കത്തിൽ ഒരു നെഗറ്റീവ് ടോണിലുണ്ടായിരുന്ന പല സെക്ടേഴ്സും ഒരു പോസിറ്റീവ് ടോണിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും മാർക്കറ്റ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഈ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന നെഗറ്റീവ് ടോളുന്ന പല ഓഹരികളും വീണ്ടും ആ ഒരു കൂടുതൽ ഇടിവിലേക്ക് നീങ്ങുന്ന ഒരു ഇടിവിൻ്റെ ഒരു ഇന്റൻസിറ്റി ഒരു അല്പം കൂടി വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതിൽ എടുത്തു പറയേണ്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്റ്റെല്ലാർ പ്രകടനം നടത്തിയ നിഫ്റ്റി PSU ബാങ്ക് സൂചിക തന്നെയാണ്. നേരത്തെ ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലത്തെ ആ ഒരു ഹൈ ലെവൽസിന് ശേഷം ഇന്ന് സ്വാഭാവികമായിട്ടും വരേണ്ടുന്ന ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് PSU ബാങ്ക് ഇൻഡെക്സിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. 0.88% ഒരു ഇടിവാണ് PSU ബാങ്ക് ഇൻഡെക്സിൽ ഇപ്പോൾ കാണുന്നത്. അതിനോടൊപ്പം തന്നെ നിഫ്റ്റിയുടെ മെറ്റൽ ഫാർമ തുടങ്ങിയ മെറ്റൽ ഫാർമ മീഡിയ തുടങ്ങിയ സൂചികളുടെ ഇടിവും 0.5% മുകളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് പല സെക്ടേഴ്സിലും ഈ ഒരു ബിയേഴ്സിന്റെ ഡൊമിനൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ അത് അഡ്വാൻസ് ഇക്വലന്റ് റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഏകദേശം 30ഓളം ഓഹരികൾ ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അത്തരത്തിലൊരു മൂവ്മെന്റ് ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പല ഓഹരികളിലും അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഒരു ഹീറ്റ് മാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ ഓഹരികൾ ഇടിവിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ആക്സിസ് ബാങ്ക്, ഹിൻഡാൽകോ, ട്രെൻഡ്, ഇറ്റേണൽ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ ഓഹരികളാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. അപ്സൈഡിലേക്ക് വരുമ്പോഴേക്കും നേരത്തെ ഇപ്പോൾ സുരജ് സാർ സൂചിപ്പിച്ച ഈ ഒരു അപ്പോളോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസിനോട് വളരെ പോസിറ്റീവായിട്ട് വളരെ അഗ്രസീവായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു മിനിറ്റിൽ നിക്ഷേപം റിയാക്ട് ചെയ്തിരിക്കുന്നത്. 3.71% ഒരു മുന്നേറ്റമാണ് അപ്പോളോ ഹോസ്പിറ്റൽ ഓഹരികൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒപ്പം തുടർച്ചയായിട്ട് ലഭിക്കുന്ന ഓർഡറുകളുടെ കാര്യത്തിൽ BL ഓഹരികളിലും 434 രൂപ എന്നൊരു നിലയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഇന്ന് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ജൂലൈ മാസത്തെ BL ഓഹരികൾ വരവേറ്റിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഒപ്പം മറ്റ് ഓഹരികൾ മറ്റ് സെക്ടേഴ്സ് ഒക്കെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഒരു നേട്ടം നൽകുന്ന ഓഹരികളാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ടുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് നിഫ്റ്റി IT സൂചികൾ തുടക്കത്തിൽ ഏകദേശം 0.8% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ IT ഓഹരികളിലും തുടക്കത്തിൽ ഇൻഫോസ് അടക്കമുള്ള ഓഹരികൾ നമുക്കൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിരുന്നു. പല IT ഓഹരികളും ഇന്നിപ്പോൾ ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റിന്റെ ഈ നിമിഷങ്ങളിലെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഡിക്സൺ ടെക്നോളജീസ് എന്നൊരു ഓഹരി എന്ന് പറയുന്ന നിക്ഷേപരെ സംബന്ധിച്ചിട്ട് ഏറെ പ്രിയപ്പെട്ട ഒരു ഓഹരിയാണ്. പലരെയും മൾട്ടി ബാഗേഴ്സും വലിയ തോതിൽ റിട്ടേൺ നൽകിയ ഒരു ഓഹരി കൂടിയാണ് ഡിക്സൺ ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഡിക്സനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നിക്ഷേപകരെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു EMS, അത് പ്രത്യേകിച്ച് ഒരു മൊബൈൽ മാനുഫാക്ചറിംഗ് മേഖലയിലെ ഓൾമോസ്റ്റ് ഒരു മൊണോപ്പൊളി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടാണ് ഡിക്സനെ പലപ്പോഴും കണക്കാക്കി. ഈ ഒരു രംഗത്തെ സാധ്യതകൾ മനസ്സിലാക്കി വളരെ മുൻപ് തന്നെ ഈ സെക്ടറിലേക്ക് എത്തുകയും ഒരു ഡൊമിനൻസ് അതിൻ്റെ ഒരു ഡൊമിനന്റ് പ്ലെയർ ആയിട്ട് മാറാനും ഡിക്സന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഡിക്സനെ കോമ്പീറ്റ് ചെയ്യാൻ പ്രത്യേകിച്ചും PLA പോലെയുള്ള കേന്ദ്ര സർക്കാർ സ്കീമുകളുടെ പിൻബലത്തിൽ കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത് ഡിക്സന്റെ മാർക്കറ്റ് പ്ലെയറിനെ അടക്കം ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു റിപ്പോർട്ടാണ് മോർഗൻ സ്റ്റാൻലി ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഓഹരികൾക്ക് ഒരു അണ്ടർ വെയ്റ്റ് റേറ്റിംഗ് നൽകുകയും ടാർഗറ്റ് വില 11,563 രൂപയായിട്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു EMS സെഗ്മെന്റിലേക്ക് പുതിയ ആളുകൾ, അതായത് പുതിയ പ്ലെയേഴ്സ് എത്തുന്നതാണ് ഈ ഒരു വെട്ടിക്കുറയ്ക്കലിന് കാരണമായിരിക്കുന്നതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത 3 വർഷത്തേക്ക് 2027 സാമ്പത്തിക വർഷം മുതൽ 2030 വരെയുള്ള ഒരു കാലയളവിൽ കമ്പനിയെ സംബന്ധിച്ച് അത്ര പോസിറ്റീവ് ഏർണിംഗ്സിലടക്കം ഒരു നേരിയ തോതിൽ ഒരു കുറവുണ്ടായേക്കാം എന്നൊരു പ്രതീക്ഷയാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു കോമ്പണന്റ്, അതായത് കോർ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി കോമ്പണന്റ് മാനുഫാക്ചറിംഗ് സെക്ടറിലേക്ക് കമ്പനിയുടെ ബിസിനസിന്റെ ഒരു ശ്രദ്ധ മാറുന്നതും കമ്പനിക്ക് ഗുണം ചെയ്തേക്കാം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ 2030 വരെയുള്ള കാലയളവ് ഡിക്സനെ സംബന്ധിച്ച് അത്ര പോസിറ്റീവ് ആയിരിക്കില്ല എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കോമ്പണന്റ് സെക്ടറിലേക്ക് വരുമ്പോഴും പ്രധാനമായിട്ടും ഡിക്സൺ നേരിടാൻ പോകുന്നത് ഹെവി ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഇന്റൻസീവും കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും നടക്കേണ്ടതുണ്ട്. ആ ഒരു നിലയിൽ തുടർന്നാൽ മാത്രമേ ഈ മേഖലയിൽ ഈ ഒരു കോമ്പണന്റ് മാനുഫാക്ചർ എന്നുള്ള ബിസിനസ്സിൽ നിന്ന് റവന്യൂ സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊരു പ്രതിസന്ധി കൂടി ഡിക്സനെ സംബന്ധിച്ച് നിൽക്കും. ഈ ഒരു ഫാക്ടേഴ്സ് മുൻനിർത്തിക്കൊണ്ടാണ് മോർഗൻ സ്റ്റാൻലി ഇന്നിപ്പോൾ ഓഹരികൾക്ക് ഒരു അണ്ടർ വെയ്റ്റ് റേറ്റിംഗ് നൽകുകയും ടാർഗറ്റ് വില വെട്ടിച്ചുരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർത്തയുടെ തുടക്കത്തിൽ വളരെ റിഗ്രസീവ് ആയിട്ടാണ് നിക്ഷേപകർ റിയാക്ട് ചെയ്ത് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ജാസ്മിൻ, ഇതൊക്കെയാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ടുള്ള അപ്ഡേറ്റ്സ്. ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് റിസർച്ച് ഡെസ്കിൽ നിന്ന് അനില നൽകിയത്. ഏതായാലും നമുക്കിനിപ്പോൾ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ടെക്നിക്കൽ ആസ്പെക്ട് കൂടി ലഭിക്കേണ്ടതുണ്ട്. അതിനായിട്ട് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറക്സ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ് ഈ ഒരു സെഷനിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ്, താങ്ക് യു. യെസ്, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. എസ്പെഷ്യലി PSU ബാങ്ക് ഇൻഡെക്സ് ഒരു ഔട്ട് പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലേക്ക് പോയിരിക്കുകയാണ്. എസ്പെഷ്യലി ഇന്നത്തെ മാർക്കറ്റിൽ IT ഇൻഡെക്സ് ഒരു അല്പം റെസിലിയൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. തുടക്കഘട്ടത്തിൽ തന്നെ 6% നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. IT ഇൻഡെക്സിനെ കുറിച്ചും PSU ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളുടെ സെഷനിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചോദിക്കാനുള്ളത് മെറ്റൽ ഇൻഡെക്സിനെ കുറിച്ചാണ്. ഏകദേശം 6% ഇടിവിലാണ് നിലവിൽ മെറ്റൽ ഇൻഡെക്സ് പെർഫോം ചെയ്യുന്നത്. മെറ്റൽ ഇൻഡെക്സിനെ കുറിച്ചുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? മെറ്റൽ ഇൻഡെക്സ് ഏകദേശം ഒരു റെസിസ്റ്റൻസ് പോയിന്റ് അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഒരു മേക്ക് ഓർ ബ്രേക്ക് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. 9600 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാണ് ഇപ്പോഴത്തെ ലെവലിൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പോസിറ്റീവായിട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അതൊരു ബ്രേക്ക് ഔട്ടിന്റെ സാധ്യതയുണ്ട്. ദെൻ ഇത് ഒരു കഴിഞ്ഞ 2 പ്രാവശ്യവും ഈ ലെവലിൽ വന്നിട്ട് താഴോട്ട് പോയിട്ട് വീണ്ടും ഒരു ഗെയിൻ ചെയ്ത് വരുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പൊ ഇപ്പോഴേക്കും നമുക്ക് നോക്കാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെന്റം ഗെയിൻ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ബട്ട് ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് പോയിന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ റീറ്റെയിലേഴ്സ് ഒന്ന് കോഷ്യസ് ആയിരിക്കുക. ആ റെസിസ്റ്റൻസ് പോയിന്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യൂ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഇപ്പോഴും ഞാനൊരു പോസിറ്റീവ് വ്യൂ ആണ്, വിത്ത് കോഷ്യസ് നോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റൊരു ഇൻഡെക്സ് എന്ന ഓട്ടോയാണ്. ഓട്ടോ 6% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് മന്ത്ലി ഓട്ടോ സെയിൽസ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പല ഓട്ടോ മേഖലയിലെ കമ്പനികളിലും നമുക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് കാണാനും സാധിക്കുന്നുണ്ട്. ഓട്ടോ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ഇൻഡെക്സിൽ എന്തായാലും തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു ലെവലിൽ, അതായത് 24,000 എബോ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 26,000 മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് 2,000 പോയിന്റ്സിന്റെ ഒരു വേരിയേഷന്റെ സാധ്യതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഓട്ടോ ഇൻഡെക്സ് എന്തായാലും അത് പോസിറ്റീവ് ആണ്. അത് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പിന്നീട് നോക്കാവുന്നതാണ്. ബട്ട് ഇൻഡെക്സ് ആൾ ടുഗദർ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് പോസിറ്റീവ് ആണ്. ഇൻഡെക്സിന് ഒരു പോസിറ്റീവ് ടെറിട്ടറി, അതായത് 26,000 പോകാനുള്ള ഒരു ടെറിട്ടറിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രെങ്ത് ഇപ്പോൾ ആ മൂവ്മെന്റ്സിനുണ്ട്. ചിലപ്പോൾ അത് ഒരു റിക്കവറി മോഡിലേക്ക് ഓട്ടോ സെക്ടർ വരുന്നതിന്റെ ഒരു സൂചനയായിരിക്കാം. അപ്പൊ ഇതെല്ലാം കൊണ്ട് നമ്മൾ ഇൻഡെക്സിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുക. ഇൻഡെക്സ് പോസിറ്റീവായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇമീഡിയറ്റ് നമുക്ക് പറയാൻ കേട്ടുകയാണെങ്കിൽ 23,000 ഒരു സപ്പോർട്ട് പോയിന്റ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പോയിന്റ് ആണ്. അതുകൊണ്ട് കൂടിയാണ് ഇതൊരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് എന്ന് പറയാനായിട്ട് കഴിയുന്നത്.
ഓട്ടോ ഇൻഡെക്സിലുള്ള എസ്കോർട്സ് കുബോട്ടയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്ന് 1% ഓൾറെഡി നേട്ടം തന്നു കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റോക്ക്. കമ്പനിയുടെ സെയിൽസ് ഡേറ്റയിലേക്ക് വരുന്ന സമയത്ത് മൊത്തം വിൽപ്പനയിൽ 2.2% ഒരു ഉയർച്ച ഇത്തവണ കാഴ്ചവെച്ചിരിക്കുകയാണ്. ആഭ്യന്തര വിൽപ്പനയിൽ ഒരു നേരിയ വർധനവ് കാഴ്ചവെച്ചപ്പോൾ കയറ്റുമതിയിൽ വലിയൊരു മുന്നേറ്റം കഴിഞ്ഞൊരു മാസത്തിൽ കമ്പനിക്ക് കാഴ്ചവെക്കാനും സാധിച്ചിട്ടുണ്ട്. നിലവിൽ എസ്കോർട്സ് കുബോട്ടയെ സംബന്ധിച്ചിടത്തോളം 3368 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എക്സ്പോർട്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഒരു ട്രെൻഡും ഇല്ല, ഒരു സൈഡ് വേസ് ട്രെൻഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സിലാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് അപ്പർ സൈഡ് നോക്കുകയാണെങ്കിൽ 3600, ലോവർ സൈഡ് നോക്കുകയാണെങ്കിൽ നിയർലി 3000 ലെവലിൽ. അപ്പൊ ഈ ഒരു ലെവലിനകത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ് ഇപ്പോൾ നമുക്ക് എക്സ്പോർട്ടിനെ പറയാൻ കഴിയുന്നത്. ഈവൻ അത് 3600 വരികയായാലും മുകളിലോട്ട് പോകുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കോൺഷ്യസ് നോട്ടോട് കൂടി റെസിസ്റ്റൻസ് പോയിന്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് എന്ന നിലയിൽ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അല്ല ഒരു റീറ്റെയിലേഴ്സ് വീണ്ടും ഒരു റീ എൻട്രി ഒക്കെ നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിയർലി 3000 അടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ബൈ എടുക്കുക. അതൊരു 3600 ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് എന്നുള്ള നിലയിൽ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്റ്റോക്സിന്റെ മൂവ്മെന്റ് ഇപ്പോൾ കാണാനില്ല. ബട്ട് 3600 എബോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു പോസിറ്റീവ്, കാരണം ഇൻഡെക്സും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് മൂവ്മെന്റ് വരാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണാം. ഇന്ന് നിഫ്റ്റി 50 കമ്പനികളിൽ ഏറ്റവും അധികം മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് തുടക്കം മുതൽ തന്നെ അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ ഓഹരികളാണ്. ഇന്നൊരു 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റോക്ക്. ഡീമേർജറിംഗ് പ്ലാൻ തന്നെയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, കമ്പനിയുടെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റത്തിന്റെ സാധ്യത തെളിയിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോഴും 4% കൂടുതൽ ഒരു നേട്ടം നമുക്ക് അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈ ലെവൽസിൽ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എങ്ങനെയായിരിക്കണം? നമ്മൾ മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഓരോ മൂവ്മെന്റ്സ് വരുമ്പോഴും ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻസ് ഒക്കെ വന്ന് അതിനെ സ്റ്റോക്സിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു സ്റ്റോക്സിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ന്യൂസ് വളരെ പോസിറ്റീവ് ആണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ഇമ്പൾസീവ് വന്നിരിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ഇത് ഫർദർ ഇതിനെ ഒരു 8000 ലെവലിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിലെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോളോ ഹോസ്പിറ്റൽ അത്ര ഇതായിട്ട് നല്ല മൊമെന്റം ഗെയിൻ ചെയ്യുകയും ചില സമയങ്ങളിലൊക്കെ വളരെയധികം റിട്ടേൺസ് കൊടുക്കുകയും ഔട്ട് പെർഫോം ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മൊമെന്റം റീഗെയിൻ ചെയ്യുകയും അത് പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ ഒരു പുതിയൊരു ഹൈയിലേക്ക് വരുന്ന സമയത്ത് ഇതേ മൊമെന്റം തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു 8000 ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. എന്തായാലും എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരികയാണെങ്കിൽ ഒരു 7100 ലെവലിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും റീ എൻറ്റർ ചെയ്യുക. അത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വോളിയത്തിലും വളരെയധികം ഇമ്പ്രൂവ്മെന്റ്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. റീസെന്റ് വോളിയം ഒക്കെ ആവറേജ് അപ്പോൾ വോളിയത്തിന് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ലോ ഡൗണിലേക്ക് പോയിക്കൊണ്ടിരുന്ന സ്റ്റോക്സിന് ഒരു ന്യൂസ് കൊണ്ട് അത് വളരെയധികം പോസിറ്റീവ് ആക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ട് തന്നെയാണ് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. അഗെയിൻ ഏഷ്യൻ പെയിന്റ്സിലേക്ക് തന്നെയാണ് പോകുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിന് ശേഷം ഇന്ന് ഏറ്റവും വലിയൊരു മുന്നേറ്റം നിഫ്റ്റി 50 രേഖപ്പെടുത്തുന്നത് ഏഷ്യൻ പെയിന്റ്സ് തന്നെയാണ്. 1% കൂടുതലുള്ള ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് ശേഷമാണ് ICICI സെക്യൂരിറ്റീസ് ഈ ഒരു മേഖലയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇൻഡസ്ട്രി ഡൈനമിക്സും അതോടൊപ്പം തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷനും കണക്കിലെടുത്ത് ICICI ബ്രോക്കറേജ് ഏഷ്യൻ പെയിന്റ്സിലും ബർജർ പെയിന്റ്സിലും ഒക്കെ തന്നെ ഒരു ബൈ കോളും നൽകിയിരിക്കുകയാണ്. നിലവിൽ ഈ ഒരു ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഇനി ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ഈ സ്റ്റോക്സിന് കുറച്ച് ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം കറക്ഷൻ നേരിടുകയും അതേപോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് വന്നിരിക്കുകയാണ്. 2500 ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് റേഞ്ച് വളരെ നാരോ ആയിട്ടുള്ള റേഞ്ചിലാണ് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഈ സ്റ്റോക്സ് ട്രേഡ് ചെയ്യുന്നത്. ഈ എന്തെങ്കിലും ബ്രോക്കറേജ് ഔട്ട്സൈഡ് പുതിയ പോസിറ്റീവ് ന്യൂസുകളോ അല്ലെങ്കിൽ അപ്സൈഡ് ഒക്കെയുള്ള പല നമ്മുടെ മൺസൂണൊക്കെ റിലേറ്റ് ചെയ്ത റൂറൽ ലിങ്കും ഒക്കെ കൂടുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഏഷ്യൻ പെയിന്റ്സ് ആയാലും ഒരു ബെനിഫിഷ്യറി ആവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ബട്ട് ഇപ്പോൾ സ്റ്റോക്സ് വളരെയധികം ലോവർ ലെവലിൽ ട്രേഡ് ചെയ്യുകയാണ്. അതിന്റെ
ഒരു ബോട്ടത്തിലേക്ക് കൺസോൾട്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം നോക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ മൊമെന്റോ ഒക്കെ നോക്കുന്ന ആൾക്കും തീർച്ചയായിട്ടും അത് നോക്കാവുന്നതാണ്, പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഒരു വലിയ നിയർലി 2000 എന്നൊക്കെ പറയുന്ന ആൾക്ക് തീർച്ചയായിട്ടും നമുക്കത് ഇൻവെസ്റ്റ്മെന്റ് മോഡിലേക്ക് പോകാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ 2500 ഇമ്മീഡിയറ്റിലുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും ന്യൂസ് ഒക്കെ വന്ന് അത് ബാക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പഴയതുപോലെയുള്ള വലിയ ലെവലിലേക്ക് അത് തിരിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഗെയിൻ കിട്ടാവുന്ന ഒരു സ്റ്റോക്സ് കൂടിയാണ് നമ്മുടെ ഏഷ്യൻ പെയിന്റ്സ്. അനീഷ് സർ, അവസാനമായിട്ട് ഫെഡറൽ ബാങ്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നൊരു 0.5% ഇടിവ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫണ്ട് റൈസിംഗിന് ഒരുങ്ങുകയാണ്. ബോണ്ടുകൾ വഴി ഏകദേശം 6000 കോടി രൂപ കമ്പനി സമാഹരിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2024 ഡിസംബർ 5 രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന 217 രൂപ എന്നുള്ളൊരു 52 വീക്ക് ഹൈയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഒന്നും ഇങ്ങോട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. നിലവിലെ ഈ ഒരു ട്രെൻഡിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്തായിരിക്കണം? ഇത് ഓൾ ടൈം ഒരു ഹൈയുടെ അടുത്ത് കഴിഞ്ഞതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 52 വീക്ക് ഹൈയുടെ അടുത്തൊക്കെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര പോസിറ്റീവ് ന്യൂസുകൾ കാണാം. ഞാൻ ബാങ്കിലെ സെക്ടേഴ്സിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു നമുക്ക് പോസിറ്റീവ് വ്യൂ ആണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഈ സ്റ്റോക്സിലും നാരോ പോസിറ്റീവ് വ്യൂ തന്നെയാണ് ഉള്ളത്. ബട്ട് അവിടെ നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം. കാരണം ഇതൊരു ഹൈ ലെവലിൽ ട്രേഡ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു കറക്റ്റീവ് ആക്ഷൻസ് കൂടെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു റീ എൻറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഈ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ പോലും തീർച്ചയായിട്ടും ഒരു ചെറിയ കറക്റ്റീവ് ആക്ഷൻസ് വരികയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് കാണുക, വീണ്ടും ബൈ ചെയ്യാന്നുള്ള സ്ട്രാറ്റജിയിലേക്കാണ്. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ്, അതായത് 2017 ഒരു 20 എബോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് അത് എത്രത്തോളം നല്ല ഫാസ്റ്റ് മൂവിങ് ആയിരിക്കുമെന്നത് നമ്മൾ അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. കാരണം ഇത് ജസ്റ്റ് ഒരു സ്ലോ മൂവിങ് ആണ്. ചില സമയങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷം വന്നിട്ട് അതിനുശേഷം വളരെ കറക്റ്റീവ് ആക്ഷൻസ് താഴോട്ട് പോയതിനു ശേഷമാണ് ഇപ്പൊ കയറി വരുന്നത്. അപ്പൊ അതേപോലുള്ള ഒരു വലിയൊരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്റ്റോക്സിന്റെ ഒരു ചാർട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു കോഷ്യസ് ലെവലാണ്. അതിന് കറക്റ്റീവ് ആക്ഷൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻറ്റർ ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. അനീഷ് സാർ, ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യത്തിലേക്ക് കൂടി പോവുകയാണ്. ഗബ്രിയേൽ ഇന്ത്യയുടെ ഓഹരികൾ ഇന്ന് 20% ഒരു അപ്പർ സർക്യൂട്ടിൽ എത്തിയിട്ടുണ്ട്. 842 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആനന്ദ് ഗ്രൂപ്പ് ഓട്ടോ ബിസിനസ് ഷെയർ സ്വാപ്പ് വഴി ഈ കമ്പനി സ്വീകരിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതാണ്ട് 5 ദിവസത്തിനുള്ളിൽ സ്റ്റോക്കിൽ 20% ഒരു ഉയർച്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നുമായ ഒരു 20% എന്നുള്ളിടത്ത് നിന്നും അല്പം പോലും താഴേക്ക് ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹൈ ലെവൽസിൽ ഇത് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമർ ആണ് ഈ സ്റ്റോക്സ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ ന്യൂസ് വന്നത് കൊണ്ടായിരിക്കണം ഇന്നത്തെ ഒരു ഔട്ട് പെർഫോം വന്നിരിക്കുന്നത്. അതിന്റെ വോളിയത്തില് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് വോളിയത്തിൽ വളരെയധികം മെച്ചം ഒന്നും ഞാൻ കാണുന്നില്ല. അത് ഈ ഒരു ലോവർ ക്യാപ് സ്റ്റോക്സ് എന്നുള്ള നിലയിലായിരിക്കാം ഈ ഒരു ലെവലിലുള്ള ലോ വോളിയം ഉണ്ടായിരിക്കുന്നത്. ബട്ട് ചില സമയങ്ങളിൽ അതിൽ ഹൈ വോളിയം വരികയും വളരെയധികം പെർഫോം ചെയ്യുകയും സ്റ്റോക്ക്. ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അപ്പർ സൈഡ് ആണ് കഴിഞ്ഞ കുറെ നാളുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ 1.5 വർഷമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്സിൽ പെർഫോം ചെയ്തുകൊണ്ട് ഇപ്പൊ ഇത് പോസിറ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഞാൻ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ബൈ എടുക്കാൻ നോക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് കിട്ടുകയാണെങ്കിൽ എടുക്കുക. അല്ല ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹോൾഡ് ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ സ്ട്രാറ്റജി. ഈ ന്യൂസ് ഒക്കെ വന്ന് പോസിറ്റീവായിട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് അത് നല്ലൊരു മൂവ്മെന്റ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇമീഡിയറ്റ്ലി ഒരു സപ്പോർട്ട് ഇന്നലെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 700 ആണ്. ഇന്നത്തെ മൂവ്മെന്റ്സ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 700 തന്നെ ആയിരിക്കും വീണ്ടും ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഒരു കറക്റ്റീവ് ആക്ഷൻസ് വരികയാണെങ്കിൽ എൻറ്റർ ചെയ്യുക. നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമിംഗ് അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. താങ്ക് യു സോ മച്ച് അനീഷ് സർ.
സുരജ് സാർ, നമ്മളേതായാലും ഇന്ന് ഓപ്പണിംഗ് അവേഴ്സ് ഇന്ന് മുതൽ ലൈവ് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കമൻസ് ഒക്കെ സെഷൻ പരിശോധിക്കുന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള കമൻസ് തന്നെയാണ് വരുന്നത്. മിസ്റ്റർ രതീഷ്, ബെൻസി, രാജ്, അതോടൊപ്പം തന്നെ ഫഹദ്, ഹാരിസ് തുടങ്ങിയ എല്ലാ പ്രേക്ഷകരും നമുക്ക് വിഷസ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഏതായാലും താങ്ക് യു. നിങ്ങളുടെ കമൻസിനും അതോടൊപ്പം തന്നെ ക്വയറീസും ഒക്കെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് അതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റും ഒക്കെ തന്നെ കവർ ചെയ്യും. ഏതായാലും ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്കുള്ള ഒരു ടൈമാണ്. ഏത് സ്റ്റോക്കാണ് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് ഇന്നത്തെ അവതരിപ്പിക്കുന്നത്? ജാസ്മിൻ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട്, അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ഒരു കാര്യമൊക്കെ നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ആയിട്ടാണ് നമ്മൾ പ്രേക്ഷകർ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ ബിസിനസ് ഇന്ന് അവതരിപ്പിക്കാൻ കാര്യം 3 കാരണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, ഈ ബിസിനസ്സിൻ്റെ ടോട്ടൽ റവന്യൂ 4000 കോടിയാണ്. അവരുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് 4000 കോടിയാണ്. ബട്ട് സൈഡിൽ കൂടി അവരൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങി വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി, ചെറിയ ബിസിനസ് പറയുമ്പോൾ എത്രയെന്ന് അറിയോ? ഈ 4000 കോടിയുടെ 1% ഉള്ളൂ ആ ചെറിയ ഒരു ബിസിനസ്സിൻ്റെ കോൺട്രിബ്യൂഷൻ. മെയിൻ ലൈൻ ഓഫ് ബിസിനസ് 4000 crores തരുമ്പോൾ ഈ ചെറിയ ലൈൻ ഓഫ് ബിസിനസ് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വെറും 44 കോടി രൂപ റവന്യൂ ആണ്, റൈറ്റ്? എന്നാൽ ഈ 44 കോടി ഭാവിയിൽ ഇത് മെയിൻ ലൈൻ ഓഫ് ബിസിനസ്സിനേക്കാളും വലുതാവാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു വെർട്ടിക്കലോ അല്ലെങ്കിൽ ഒരു ഡൊമൈൻ ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. അതാണ് ആ ഇൻഡസ്ട്രിയെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേകത കൊണ്ടുവരുന്നത്. അതായത് ചില കമ്പനികൾ ഒരു ന്യൂ വെർട്ടിക്കൽ തുടങ്ങും. ആ ന്യൂ വെർട്ടിക്കൽ ചെറുതായിട്ടാണ് അവർ തുടങ്ങണമെങ്കിലും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി സൈസ് മെയിൻ ലൈൻ ഓഫ് ബിസിനസ്സിനേക്കാളും വളരെ വലുതായിരിക്കും. സോ ഓവർ എ പീരീഡ് ഓഫ് 3 to 5 years ഈ ഒരു കമ്പനി വലിയൊരു ലെവലിലേക്ക് ഗ്രോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വശത്ത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്തുകൊണ്ട് ഈ കമ്പനിയെക്കുറിച്ച് നോക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ പറയാറുണ്ട്, അതായത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ കാറുകളിൽ ഒക്കെ നമ്മൾ യാത്ര ചെയ്ത് ഹൈവേ കൂടി പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ട്രാക്ടർ ട്രെയിലേഴ്സ് എന്ന് വെച്ചാൽ വലിയ ട്രക്കുകളിലേക്ക് ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? മേഴ്സ്ക് എന്നും P&O നെഡ്ലോയിഡ് എന്നും ഒക്കെ എഴുതിയ വലിയ കണ്ടെയ്നേഴ്സ് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മളിപ്പോൾ അഡാനി പോർട്സ് വിഴിഞ്ഞത്ത് നമ്മൾ വന്നല്ലോ, വിഴിഞ്ഞം അഡാനി പോർട്ട് വന്നു. അഡാനി പോർട്സ് വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാറി. ഇതിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് വെച്ചാൽ ഇന്ത്യ മാസീവ് സ്ട്രൈഡ്സ് ഷിപ്പിംഗ് സെക്ടറിലേക്ക് എടുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നേഷൻ്റെ ഒരു നാഷണൽ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ സർവീസസ് ഇൻഡസ്ട്രി കൂടാതെ നമ്മൾ എക്സ്പോർട്ടിലും കൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിൽ മാരിടൈം ട്രേഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞു മാരിടൈം ട്രേഡ് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ബിസിനസ് നന്നാവണം, ഷിപ്പ് ബിൽഡിംഗ് ബിസിനസ് നന്നാവണം, കണ്ടെയ്നർ ബിൽഡിംഗ് ബിസിനസ്, അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള കണ്ടെയ്നർ റാക്സ് ഉണ്ടാക്കുന്നതും വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദിസ് ബിസിനസ് ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കണ്ടെയ്നർ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്നല്ല, ലോകത്ത് 90% ഓഫ് കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കുന്നതും ചൈന എന്ന് പറയുന്ന ഒരു കൺട്രി തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ചൈനയുടെ നമ്മളിപ്പോൾ റെയർ എർത്ത് മാഗ്നറ്റ്സിന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ അറിയാലോ. അപ്പോൾ നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കണ്ടെയ്നേഴ്സ് നമുക്ക് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ കണ്ടെയ്നർ റോഡ് വഴി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ കോസ്റ്റും ഹൈ ആണ്, ഈ പറയുന്ന പോലെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതൽ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്നുള്ള. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാം. അപ്പോൾ ഈ റെയിൽ ഫ്രൈറ്റ് കോറിഡോർ എന്ന് പറഞ്ഞ സംഭവം, അതായത് നമ്മൾ റെയിൽവേ വാഗൺസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ട്രാൻസ്പോർട്ടേഷൻ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുപോകണം. ഞാൻ ഇപ്പോൾ കണ്ടെയ്നറേ അല്ല പറയുന്നത് കേട്ടോ, ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഒരു ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ടുള്ള ഒരു കമോഡിറ്റി, നമ്മളൊരു കോൾ ആവാം, സ്റ്റീൽ ആവാം, അയൺ ആവാം, സിമെൻ്റ് ആവാം, ആഗ്രി പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കാം. ഇതൊക്കെ നമ്മൾ റോഡ് വഴി കൊണ്ടുപോകുന്നതിനേക്കാളും വളരെ എഫിഷ്യൻറ്റും വളരെ കറക്റ്റ് ടൈമിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്നതും ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുമാണ് ശരിക്കും പറഞ്ഞാൽ റെയിൽ ഫ്രൈറ്റ് എന്ന് പറയും. അപ്പോൾ ഈ റെയിൽ ഫ്രൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതൊരു മാസീവ് ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഇത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടെന്നുള്ള, ഇത് വളരെ ചീപ്പറാണ്, സേഫർ ഓപ്ഷനാണ്. അതായത് റോഡിൽ കൊണ്ടുപോകുന്ന ഒരു സാധനത്തിന് പകരം റെയിലാണ് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ സേഫർ ആണെന്നുള്ളതാണ്. അത് മാത്രമല്ല മോർ സസ്റ്റൈനബിൾ ആണ്, മോർ സസ്റ്റൈനബിൾ മോഡ്സ് ഓഫ് ലോജിസ്റ്റിക്സ് ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു റോഡ് വഴി ഒരു സാധനം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് കോസ്റ്റ് പെർ ടൺ പെർ കിലോമീറ്റർ, അതാണ് ആവറേജ് കോസ്റ്റ് പെർ ടൺ പെർ കിലോമീറ്റർ. റോഡ് വഴി നമ്മളൊരു സാധനം കൊണ്ടുപോകുമ്പോൾ 2.5 rupees to 3.5 rupees ആണ്. ആവറേജ് കോസ്റ്റ് പെർ ടൺ പെർ കിലോമീറ്റർ ആണ് 2.5 rupees to 3.5 rupees. എന്നാൽ വാട്ടർ വേസിന് എത്രയെന്നറിയോ? 0.5 to 1% ആണ്.
അതായത് റോഡിനേക്കാളും എത്രയോ ചീപ്പറാണ് വാട്ടർ വേസ് വഴി കൊണ്ടുപോകുന്നത്. ബട്ട് ഒരു പ്രോബ്ലം, വാട്ടർ വേസ് വഴി കൊണ്ടുപോകാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറോ ഇതൊന്നും നമുക്ക് ഇന്ത്യയിലില്ല. എന്നാൽ നമുക്ക് ഈ വാട്ടർ സ്ട്രക്ചർ മാറ്റി വെച്ച് റെയിൽവേ കൊണ്ടുവന്ന് നോക്കാം. റെയിൽവേ എത്രയാണ് പറയുന്നത്? 1.5 rupees to 2 rupees ഉള്ളൂ. അതായത് 2.5 rupees to 3.5 ആണ് റോഡ് മാർഗമെങ്കിൽ ഇത് 1.5 to 2, അതായത് റോഡിൽ കൊണ്ടുപോകുന്നതിനേക്കാളും വളരെ ചീപ്പറാണ് റെയിൽ ഫ്രൈറ്റ് എന്നുള്ളത്. നമ്മൾ ഓഫ് കോഴ്സ് എയർലൈൻ വഴി ഒരു കാര്യം ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ 20 തൊട്ട് 25 രൂപയാണ് പെർ കിലോമീറ്റർ കോസ്റ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ റെയിൽ ഇത് എയർ കാർഗോനെ നമ്മൾ അങ്ങനെ തന്നെ മാറ്റി വയ്ക്കാം. എന്തുകൊണ്ടോ എല്ലാ കണക്കുകളും പറയുന്നത് റോഡ് സേഫ്റ്റിയും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ റെയിൽ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് മച്ച് മോർ ചീപ്പർ എഫിഷ്യൻറ്റ് ദാൻ റോഡ് ട്രാൻസ്പോർട്ട്, അല്ലേ? റോഡ് ട്രാൻസ്പോർട്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതാണ് അതിനകത്തുള്ള ആ കോസ്റ്റ് ഡിഫറൻസ് വന്നത്. ഇതുകൊണ്ട് തന്നെ ഈ റെയിൽ ഫ്രൈറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി വളരെ ഹൈ ആണെന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് നമുക്ക് അറിയാലോ, അതായത് ഇന്ത്യക്കാണെങ്കിൽ വേൾഡിലെ ലാർജസ്റ്റ് റെയിൽ നെറ്റ്വർക്ക് ഉണ്ട്. ബട്ട് അതിൻ്റെ 27% മാത്രമേ നമ്മൾ ഈ ഫ്രൈറ്റ് മൂവ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അതായത് നമ്മുടെ ഇവിടെ റെയിൽ ഫ്രൈറ്റ് മൂവ്മെൻറ്റ് ഭയങ്കര രീതിയിലൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, വാറൻ ബഫയുടെ ബെർക്ക്ഷയർ ഹാത്തവേ ഇതേപോലെ ഒരു റെയിൽ റോഡ് ബിസിനസ്സിനെ അക്വയർ ചെയ്തിട്ടുണ്ടെന്നുള്ള ആ ബെർലിംഗ്ടൺ എന്നെങ്ങാണ്ടാണ് അതിൻ്റെ ബെർലിംഗ്ടൺ റെയിൽ റോഡ് എന്നെങ്ങാണ്ടാണ് ആ കമ്പനിയുടെ പേരെന്നാണ് ഞാൻ റീകോൾ ചെയ്യണത്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും നോക്കും. അപ്പോൾ അമേരിക്കയിലേക്ക് ഈ ബിസിനസ് വളരെ മെച്യൂർ ആയിട്ടുള്ള ബിസിനസ്സാണ്. ഇന്ത്യയിൽ ടോട്ടൽ റെയിൽ നെറ്റ്വർക്കിൻ്റെ 27% മാത്രമേ നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ എയിം എന്താണ്? ഏതാണ്ട് 27 നിന്ന് 40-45 ഏതാണ്ട് 2030 40 to 45% ഓഫ് റെയിൽ നെറ്റ്വർക്കിലേക്ക് ഈ റെയിൽ ഫ്രൈറ്റ് കൊണ്ടുവരണം എന്നാണ്. ഇപ്പോൾ 65% ഓഫ് ട്രാൻസ്പോർട്ടേഷനും റോഡ് വഴിയാണ് നടക്കുന്നത്. അതിലൊരു നല്ല വിഭാഗം റെയിലിലേക്ക് വരികയാണെങ്കിൽ അതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഏതാണ്ട് ഇന്ത്യൻ റെയിൽവേ 1.5 ബില്യൺ ടൺസ് ഓഫ് റെയിൽ ഫ്രൈറ്റ് ആണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഏതാണ്ട് 1.65 lakh crore വർത്ത് ഓഫ് ഗുഡ്സ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്തതെന്നുള്ളത്. കൂടുതലും നമുക്കറിയാലോ ബൾക്കായിട്ടുള്ള, അതായത് കോള്, സിമെൻറ്റ്, അയണോർ, സ്റ്റീല്, ഫുഡ് ഗ്രെയിൻ, ഫെർട്ടിലൈസർ ഒക്കെയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണത്. അതുകൂടാതെ ഇപ്പോൾ ഷിപ്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഷിപ്പിൽ നിന്ന് വന്ന് അഡാനി പോർട്ടിൽ ലോഡ് ചെയ്യുന്ന ഈ കണ്ടെയ്നേഴ്സ് കൂടി നമുക്കിപ്പോൾ വളാർപാടം ടെർമിനലിൽ കണ്ടാൽ അറിയാം, ഒരു റെയിൽ വാഗണിൻ്റെ മുകളിലാണ് ഇത് കൊണ്ടുപോകണേ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ എന്നൊക്കെയാണല്ലോ അതിനെ പറയുക, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. അവിടെയൊക്കെയാണ് ഈ ലോജിസ്റ്റിക്സ് പാർക്കൊക്കെ അതിൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റ്, അതിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റാണ് ഈ ഫ്രൈറ്റ് ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണത്. ഇപ്പോൾ കേൾക്കുന്ന അനുസരിച്ച് ഒരു 2030, 2035 ഒക്കെ മാർക്കറ്റ് ഡബിൾ ആവും ഫ്രൈറ്റ് റെയിലിൻ്റെ എന്നാണ് പറയുന്നത്. ഇതിനകത്തുള്ള വളരെ വലിയ ഇമ്പോർട്ടൻറ്റ് പെയറാണ് ജൂപ്പിറ്റർ വാഗൺസ്. ജൂപ്പിറ്റർ വാഗൺസ് കൂടാതെ തന്നെ ഒരുപാട് കമ്പനീസ് ഇതിനകത്തുണ്ടെന്നുള്ളത്, അതായത് ടൈറ്റാഗർ, അതായത് ടെക്സ്മാക്കോ, BEML ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ ജൂപ്പിറ്റർ വാഗൺസ് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. ജൂപ്പിറ്റർ വാഗൺസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, നമ്മൾ ഈ ട്രെയിനിൻ്റെ ഗുഡ്സ് ക്യാരി ചെയ്യുന്ന വാഗൺസ് ഉണ്ടല്ലോ, ഇതെല്ലാം അവരുണ്ടാക്കുന്നുണ്ട്. അതായത് അതിനകത്ത് ഒരുപാട് ടൈപ്പ് വാഗൺസ് ഉണ്ട്. ഓപ്പൺ വാഗൺ ഉണ്ട്, ബോക്സ് വാഗൺ ഉണ്ട്, ക്ലോസ്ഡ് വാഗൺ ഉണ്ട്, ഓട്ടോ കാരിയർ കാറുകൾ കൊണ്ടുപോകുന്ന വാഗൺസ് നമ്മൾ കണ്ടാണ്, സ്പെഷ്യൽ പർപ്പസ് വാഗൺ. ഇതൊക്കെ നമ്മൾ ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന വാഗൺസ് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള കമ്പനിയാണ് ഈ പറയുന്ന പോലെ ജൂപ്പിറ്റർ വാഗൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആക്സസറീസും ട്രാക്ക് സൊല്യൂഷൻസും റെയിൽവേയിൽ അവർ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ അവർ ലൈറ്റ് കമേഴ്സ്യൽ വെഹിക്കിൾസ്, EV വെഹിക്കിൾസും കൂടെ അവർ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് അവർ പൈലറ്റ് പ്രോജക്റ്റായിട്ട് തേസ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റും കൂടെ അവർ ഇറക്കിയിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഈ റെയിൽവേ സ്റ്റോക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജൂപ്പിറ്റർ വാഗൺസ്. ബട്ട് അവർ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ അവർ ഉപയോഗിക്കുന്ന ഈ കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, ഈ ട്രെയിനിൽ തന്നെ യൂസ് ചെയ്യണം, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണം മാരിടൈം കണ്ടെയ്നേഴ്സ് അവരുണ്ടാക്കി തുടങ്ങി. ഈ മാരിടൈം കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷിപ്പിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. അഡാനി അവരെ ക്ലയൻ്റാണ്, DP വേൾഡ് അവരെ ക്ലയൻ്റ് ആണെന്നുള്ളത്. അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് ജസ്റ്റ് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. 4000 കോടി ടേൺ ഓവറുള്ള കമ്പനിയിൽ ഈ കണ്ടെയ്നർ ബിസിനസ് വെറും 44 കോടി മാത്രമേ ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. എന്നാൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി സൈസ് നിന്ന് വളരെ ഹൈ ആണ്. സോ വാച്ച് ഔട്ട് ഫോർ ദിസ് കമ്പനി കോൾ ജൂപ്പിറ്റർ വാഗൺസ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല. ഇത് ജസ്റ്റ് അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങളൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ഒരു അഡ്വൈസിൽ മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വെക്കുന്നു. ജാസ്മിൻ, ഇത് ഞാൻ പറഞ്ഞു വന്നത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഈസ് ദെയർ. അത് ജൂപ്പിറ്റർ വാഗൺസ് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. അതാണ് ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത. ഏതായാലും നമ്മൾ ഇന്ന് ഒരുപാട് സ്റ്റോക്കുകളുടെ ടെക്നിക്കൽ ആസ്പെക്ട്സും മറ്റ് പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ഡീറ്റെയിൽസും ഒക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത വരുന്ന മണിക്കൂറുകളിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.